ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ആണ് അല്ലേ. നമ്മൾ ഇത്രയും ഒരു പീരീഡിൽ നമ്മൾ എന്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു മക്കളെ? ഒരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും ആയിട്ടല്ലേ നമുക്ക് കറേജ് തരുന്ന ഒരു ഇൻസ്പിറേഷൻ, പ്രചോദനങ്ങൾ തരുന്ന ഒരുപാട് സ്റ്റോറീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ആ പ്രകൃതിയായിട്ട് അതേപോലെ സോഷ്യൽ ഇഷ്യൂസൊക്കെ ഇങ്ങനെ ഒരുപാട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ സ്വാധീനിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. നിങ്ങളൊക്കെ ഇപ്പോൾ ജീവിക്കുന്നത് ഒരു പ്രത്യേക ലോകത്തല്ലേ മക്കളെ? എന്തിൻ്റെ ലോകത്താണ് അപ്പോൾ ഫുൾ ഒരു മാസ് മീഡിയയുടെ ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത് അല്ലേ. ഒരു ദിവസമെങ്കിലും ഈ പറഞ്ഞ ഒരു മാസ് മീഡിയയിലും ഒന്നും തൊടാതെ നിങ്ങളെ കൊണ്ട് ജീവിക്കാൻ കഴിയും? ഒരിക്കലുമില്ല അല്ലേ. കാരണം നമ്മൾ ഫോണാണെങ്കിലും ടി വി ആണെങ്കിലും അതുപോലെ പല പല സൈറ്റുകൾ അല്ലേ, പർച്ചേസുകൾ, എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പേ ചെയ്യുന്നതാണെങ്കിലും ഗെയിം കളിക്കുക, ഇങ്ങനെ പല രീതിയിലും പല കാര്യങ്ങളാണെങ്കിലും പഠന സംബന്ധമായിട്ടാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മളിപ്പോൾ ഈ മാസ് മീഡിയ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിലൊരു ഉള്ളിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അല്ലേ. മാക്സിമം അങ്ങനെ തന്നെ പറയാം. ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഈ പറഞ്ഞൊരു മാസ് മീഡിയയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. സോ ഇത് എത്രത്തോളം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്? ഇത് നമുക്ക് പോസിറ്റീവാണോ അത് നെഗറ്റീവാണോ നമ്മുടെ ലൈഫിൽ എഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ഡിസ്കഷനാണ് ഇനി അങ്ങോട്ട് പോകുന്നത്. നോക്കാം. നമ്മുടെ യൂണിറ്റിൻ്റെ ഹെഡ്ലൈൻ മീഡിയ മാറ്റേഴ്സ് അല്ലേ, അതിൽ തന്നെ ഉണ്ട് കേട്ടോ. നോക്കാം. അതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ടോയ്സ് ടു ടീൻസ് എന്ന് പറയുന്ന ഒരു ചെറിയ ആർട്ടിക്കിളാണ്. അത് 3 ആളുകളാണ് അത് റൈറ്റ് ചെയ്തിട്ടുള്ളത്. വിക്ടർ ടി സ്റ്റാൻസ്ബർഗർ, ബാർബറ ജെ വിൽസൺ, ആമി ബി ജോർദൻ എന്ന് പറയുന്ന 3 ആളുകളാണ് അത് എഴുതിയിട്ടുള്ളത് ആർട്ടിക്കിൾ. ദെൻ ദ ഇങ്ക് ആൻഡ് ദ മെലഡി എന്ന് പറയുന്ന ജോസഫ് ബാർബറയുടെ ഒരു ആർട്ടിക്കിൾസും കൂടെ ഉണ്ട്. ദെൻ ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന സോങ് ആണ് ക്രിസ്ത്യൻ ആൻഡേഴ്സൺ ആൻഡ് റോബർട്ട് ലുപ്സിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു യൂണിറ്റിലെ ആദ്യ ചാപ്റ്റർ ആയിട്ടുള്ള ടോയ്സ് ടു ടീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ കുറച്ച് വാചകങ്ങൾ കാണാം. ഓക്കെ, കുറച്ച് മുദ്രാവാക്യങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ. നൗ റീഡ് ദ ടാഗ് ലൈൻസ് ഗിവൻ അല്ല. ഇവിടെ കുറച്ച് ടാഗ് ലൈൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അർത്ഥവത്തായിട്ടുള്ള തലങ്ങളിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന പോലെ നിങ്ങൾക്ക് തന്നതാണ് കേട്ടോ. നോക്കാം. അൺലോക്ക് യുവർ റാഡിനെസ് ആൻഡ് എ യൂത്ത്ഫുൾ ഗ്ലോ ഇൻ ജസ്റ്റ് 2 weeks അല്ലേ. നോക്കി ഇതെപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. 2 ആഴ്ചൻ്റെ ഉള്ളിൽ നിങ്ങളുടെ മുഖത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗ്ലോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം പരസ്യവാചകങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഫേസ് ബ്യൂട്ടി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പരസ്യം. ഓക്കെ, ദെൻ റീവിറ്റലൈസ് യുവർ ഹെയർ ആൻഡ് ഡിസ്കവർ ദ ഷീൻ യുവർ ലവ് അല്ലേ. അത് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ മുടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഷാമ്പൂവിൻ്റെയൊക്കെ ഒരു പരസ്യം. ദെൻ എൻഹാൻസ് യുവർ സ്ട്രെങ്ത്, അച്ചീവ് ഫിറ്റ്നസ് ഗോൾ ഇൻ നോ ടൈം അല്ലേ. ഇത് ഹെൽത്തിൻ്റെ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ, നമ്മളിങ്ങനെ എക്സസൈസ്, വർക്കൗട്ട്, ജിമ്മുകൾ, അതുപോലെ ഫുഡ് പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരസ്യം. ദെൻ മാസ്റ്റർ ഇംഗ്ലീഷ് ഫാസ്റ്റർ, സൈലൻസ് ടു എലോക്വൻസ് ഇൻ ജസ്റ്റ് 2 days. എന്താണ്, സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെയൊക്കെ ക്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു പരസ്യം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ ഈ പറഞ്ഞ പോലെ ഫുഡായിട്ടും സൗന്ദര്യമായിട്ടും അതുപോലെ ബോഡി ആയിട്ടുള്ളതും ഫേസ് അപ്പിയറൻസ് അതുപോലെ നമ്മുടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള എല്ലാതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് അഡ്വർടൈസ്മെൻ്റ് ആണ് കേട്ടോ. നോക്കാം. ഈ ആഡുകളെ കുറിച്ച് ഇനി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന നിങ്ങളിങ്ങനെ ഗ്രൂപ്പൊക്കെ ഡിസ്കസ് ചെയ്ത് അതിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. വാട്ട് ഡു ദീസ് ടാഗ് ലൈൻസ് പ്രൊമോട്ട് അല്ലേ. നിങ്ങൾ കണ്ട ആ ഒരു ടാഗ് ലൈനുകൾ ഉണ്ടല്ലോ അല്ലേ, ആഡ്സിൻ്റെ ആ വാക്യങ്ങളൊക്കെ എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്നത്? ദിസ് ടാഗ് ലൈൻസ് പ്രൊമോട്ട് വേരിയസ് സ്മാർട്ട് ഗാഡ്ജറ്റ്സ് ആൻഡ് ദ പ്രൊഡക്റ്റ് അല്ലേ. വെറൈറ്റി ആയിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള ഉപകരണങ്ങളുടെയും അതേപോലെ തന്നെ പ്രൊഡക്റ്റുകളിലെ ഉപകരണങ്ങളും അതുപോലെ വസ്തുക്കളും അല്ലേ ഒക്കെ എന്താണ്, അതിൻ്റെയൊക്കെ ഒരു പ്രൊമോട്ടാണ്, അതിൻ്റെയൊക്കെ ഒരു പരസ്യമാണ് കേട്ടോ. ദെൻ പീപ്പിൾ ഡിസയർ ടു ഇംപ്രൂവ് ദെയർ ലുക്സ്, ഹെൽത്ത്, ചാൻസ് ടു സക്സീഡ് ഇൻ ലൈഫ് അല്ലേ. അതിൽ നിങ്ങൾക്ക് എന്ത് കാണാം, ആളുകൾ അവരാഗ്രഹിക്കുന്ന അവരുടെ ലുക്സിലെ അപ്പിയറൻസ് ആയിട്ട്, രൂപമായിട്ട് ബന്ധപ്പെട്ടും ഹെൽത്തായിട്ട് ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ലൈഫിൽ സക്സസ് ആവണം, ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ആഗ്രഹമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ആർട്സുകളാണ് അത്. ദെൻ വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ദിസ് ലൈൻസ് അല്ലേ. ഈ ലൈൻസിൻ്റെയൊക്കെ പർപ്പസ് എന്താണ്, അതിൻ്റെയൊക്കെ എയിം എന്താണ്, ലക്ഷ്യം എന്താണ് എന്നാണ് ചോദ്യം.
The purpose of these lines is to cash on people's desire to improve their looks, health and chances to succeed. അല്ലെ, മനുഷ്യരെ അതിലോട്ട് ഇടുകയാണ് അല്ലെ, ആളുകളെ മുതലെടുക്കുകയാണ്. എന്ത് മുതലെടുക്കുക? ഏത് രീതിയിലാണ് ആളുകളെ മുതലെടുക്കുന്നത്? ക്യാഷ് ഓൺ പീപ്പിൾസ് എന്ന് പറഞ്ഞാൽ ആളുകളെ മുതലെടുക്കുക കേട്ടോ. എങ്ങനെ മുതലെടുക്കുകയാണ്? ആളുകളുടെ അവരുടെ ഉള്ളിലുള്ള ആഗ്രഹം, എന്തിൻ്റെ? അവരുടെ ഉള്ളിലുണ്ടാവുന്ന അവരുടെ ലുക്കായിട്ട് ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ അവരുടെ ലൈഫിൽ അവരുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടും ലൈഫിൽ വളരെ ഒരു സക്സസ് ആവണം എന്നുള്ള ഇങ്ങനെയുള്ള അവരുടെയൊക്കെ ഡിസയർ ഉണ്ടല്ലോ, അതിനെയൊക്കെ മുതലെടുത്തുകൊണ്ടാണ് ഈ ഒരു പരസ്യം യൂസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ? ഹൂ ഇസ് ദ ടാർഗറ്റ് ഓഡിയൻസ് അല്ലേ? ഈ ഒരു പരസ്യം കണ്ടല്ലോ നിങ്ങൾ ഈ പറഞ്ഞ, ഇതാരെയാണ് ലക്ഷ്യം വെക്കുന്നത്? ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആണ്? കുട്ടികളാണോ, അതോ കുറച്ച് മിഡിലായിട്ടുള്ള ആളുകളാണോ, അതോ നല്ല ഈ പറഞ്ഞ യങ് അതുപോലെ വയസ്സായിട്ടുള്ള ആളുകളാണോ? ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസിനെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് ചോദ്യം. നോക്കാം. ദ ടാർഗറ്റ് ഈസ് യങ്സ്റ്റേഴ്സ് അല്ലേ, പീപ്പിൾ. യങ്സ്റ്റേഴ്സ് ആണ്. ഈ യങ്സ്റ്റേഴ്സ് പറയുമ്പോൾ നിങ്ങൾ ഒരു ഈ പറഞ്ഞ പോലെ എപ്പോഴും യൂത്ത് പ്രായമുണ്ടല്ലോ, അത് ആലോചിക്കരുത്. യങ്സ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ കുട്ടികളും മുതിർന്നവരും പെടും കേട്ടോ. ഏകദേശം നിങ്ങളെപ്പോലെയുള്ള മക്കളും പെടും, അതിന് കുറച്ച് മുകളിലൊരു കോളേജൊക്കെ ഉള്ള ആ ഒരു ഏജ് ഉണ്ടല്ലോ, അതും അതിൽ പെടുന്ന കേട്ടോ. അപ്പോൾ കുട്ടികളും കുറച്ചൊക്കെ ഒരു യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള മുതിർന്ന ആളുകളുമാണ്. ഈ യങ്സ്റ്റേഴ്സിനെയാണ് ഇവർ ടാർഗറ്റ്, കുട്ടികളാവുന്ന നമ്മളെ മുതിർന്നവരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. പീപ്പിൾ ഹു വാണ്ട് ടു ലുക്ക് യങ്ങർ, ദോസ് ഹു വാണ്ട് ടു ഇംപ്രൂവ് ദെയർ ലാംഗ്വേജ് സ്കിൽ അല്ലേ. ആ ഒരു പ്രായത്തിലുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക, യങ്ങറായിട്ട് നിൽക്കണം എന്നും അവരുടെയൊക്കെ ലാംഗ്വേജൊക്കെ ഇങ്ങനെ എന്താണ് ഭാഷകളിലൊക്കെ മാറ്റങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്തണം എന്നൊക്കെ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഈ യങ്സ്റ്റേഴ്സ്. അതുകൊണ്ട് തന്നെയാണ് അവരെയാണ് എന്ത് ചെയ്യുന്നത്, ടാർഗറ്റ് ചെയ്യുന്നത്. ക്ലിയർ? ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് ദീസ് ടാഗ്ലൈൻസ് ആർ കൺവിൻസിങ്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ എന്താ പറയുക കൺവിൻസിങ് ആണോ അല്ലേ, ഇത് ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ട്? ഓക്കെ, ഇത് ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് കൺവിൻസിങ് ആണോ എന്നാണ് ചോദ്യം. ദേ ആർ കൺവിൻസിങ്, അതെ അവർ ഓക്കെയാണ്, കൺവിൻസിങ് ആണ്. ബിക്കോസ് ദേ അപ്പീൽ ടു പീപ്പിൾ ഡിസയർ, കാരണം അവർ ആളുകളുടെ ആഗ്രഹത്തെയാണ് ചൂഷണം ചെയ്യുന്നത് അല്ലേ. ആളുകളുടെ ആഗ്രഹത്തെയാണ് അവർ മുതലെടുക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇതെന്താണ്, ഇത് കൺവിൻസിങ് ആവും ആളുകളിലോട്ട്. ആൻഡ് വി ഫൈൻഡ് പീപ്പിൾ ബൈയിങ് സോ മെനി തിങ്സ് വിച്ച് ദേ ഡോണ്ട് റിയലി നീഡ്. നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, എങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും? അവർക്ക് ഒട്ടും തന്നെ ആവശ്യമില്ലാത്ത, ദേ ഡോണ്ട് റിയലി നീഡ്, അവർക്ക് സത്യത്തിൽ ഒരു ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങുന്ന ഒരുപാട് ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ സാധിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള പരസ്യം അവർക്ക് കൺവിൻസ് ആയതുകൊണ്ടാണ്. ക്ലിയർ? ഓക്കെ, നോക്കാം നമ്മുടെ ചാപ്റ്റർ അല്ലേ. വളരെ മനോഹരമായിട്ടുള്ളൊരു പിക്ചർ കാണുന്നില്ലേ? ഇതാണ് കേട്ടോ, അത് ഈ പെൺകുട്ടിയുടെ പേരാണ് ഗ്രേസ് അല്ലേ. ഇതാ ഈ ഒരു പാവക്കുട്ടിയെ ഇങ്ങനെ ഓർത്ത് വെച്ചോളൂ കേട്ടോ. കേട്ടോ, ഒരു എന്താ പറയുക മോൺസ്റ്ററിൻ്റെ പാവക്കുട്ടിയാണ് അല്ലേ, പക്ഷെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ടോയ്സ് ടു ടീൽസ്, വിക്ടർ സി സ്റ്റാൻസ്ബർഗ്, ബാർബറ ജെ വിൽസൺ ആൻഡ് ആമി ബീൻ ജോർദാൻ അല്ലേ. നോക്കാം അബൌട്ട് ദ ഓതേഴ്സ് അല്ലേ. നമ്മുടെ ഓതേഴ്സ് ആണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് വൺ ഓതറാണ് ആൻഡ് വിക്ടർ സി സ്റ്റാൻസ്ബർഗ് അല്ലേ. ബോൺ ഇൻ 1949 ജനിച്ചിട്ടുള്ളൂ അല്ലേ. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ ഹീസ് ആൻ അമേരിക്കൻ പീഡിയാട്രീഷ്യൻസ്, ഓതർ ആൻഡ് അക്കാഡമിക് അല്ലേ. കുട്ടികളുടെ ഡോക്ടറാണ്, അതുപോലെ ഓതറും ആണ്, അക്കാഡമിക്സും ആണ് അല്ലേ. അത് എഡ്യൂക്കേറ്ററൊക്കെയാണ് കേട്ടോ. അദ്ദേഹം എഴുത്തുകാരനുമാണ് കേട്ടോ. ദെൻ ഹി ഈസ് ദ ഫൗണ്ടിങ് ചീഫ് ഓഫ് ദ ഡിവിഷൻ ഓഫ് ദ അഡോളസൻസ് മെഡിസിൻ. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? മെയിനായിട്ടുള്ള അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരാളാണ് ഡിവിഷൻ ഓഫ് അഡോളസൻസ് മെഡിസിൻസ് എന്ന് പറയുന്നതിൻ്റെ ആൻഡ് ഡിസ്റ്റിങ്ഷ്ഡ് പ്രൊഫസർ എമിറിറ്റസ് ഓഫ് ദ പീഡിയാട്രീഷ്യൻസ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ദ മെക്സിക്കോ അല്ലേ. അദ്ദേഹത്തിന് ആ ഒരു ഇത് കിട്ടിയത് എവിടെ നിന്നാണെന്നാണ് പറയുന്നത് കേട്ടോ. ദെൻ ഹീസ് ദ ഓതർ ഓഫ് ദ അഡോളസൻസ് ആൻഡ് ദ മീഡിയ അല്ലേ. അഡോളസൻസ് ആൻഡ് മീഡിയ എന്ന് പറയുന്നതിൻ്റെ ഓതറാണ്. മെഡിക്കൽ ആൻഡ് ദ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു റൈറ്റിങ്സ് ആണ്. അഡോളസൻസ് ആൻഡ് മെഡിസിൻസ്, പ്രാക്ടിക്കൽ ഗൈഡ്, ചിൽഡ്രൻ, അഡോളസൻസ് ആൻഡ് ദ മീഡിയ, ദ ഡെത്ത് ഓഫ് ദ ചൈൽഡ്ഹുഡ് അല്ലേ. ഫുള്ള് ഈ പറഞ്ഞ പോലെ അഡൽട്ട് ആയിട്ടുള്ള ആളുകൾക്കും കുട്ടികൾക്കൊക്കെ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് എഴുതിയതാണ്. അദ്ദേഹം കൂടുതൽ സ്റ്റഡി ചെയ്തിട്ടുള്ളതും ആ മേഖലയിലാണ് അല്ലേ. സ്വാഭാവികമായിട്ട് അദ്ദേഹം കുട്ടികളുടെ ഡോക്ടറാണല്ലോ. പിന്നെ അദ്ദേഹം കൂടുതൽ സ്റ്റഡി ചെയ്തിട്ടുള്ള, അദ്ദേഹം പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതൊക്കെ ഏത് മേഖലയിലാണ്? ഈ ഒരു കുട്ടികളുടെയും അഡൽട്ടിൻ്റെ ആയിട്ടുള്ള ആളുകളുടെയൊക്കെ സൈക്കോളജി ഉണ്ടല്ലോ, ആ ഒരു മേഖലയിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനത്തെ ബുക്സ് എഴുതാൻ കഴിയുന്നത്. കംപ്ലീറ്റ് അദ്ദേഹം എഴുതിയിട്ടുള്ളതും ഈ പറഞ്ഞ യങ്സ്റ്റേഴ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുക്കുകളാണ് കേട്ടോ.
ദെൻ ബാർബറ ജെ വിൽസൺ അല്ലേ, ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള റൈറ്റേഴ്സ് കേട്ടോ. ബോൺ ഇൻ 1950s അവൾ ജനിച്ചിട്ടുള്ളൂ. ആളിപ്പോഴും ഉണ്ട്. ഇസ് ആൻ അമേരിക്കൻ അക്കാഡമിക് അല്ലേ, ഒരു അമേരിക്കൻ അക്കാഡമിക് ആണ് കേട്ടോ. ആൻഡ് ഹു ഹാസ് സെർവ്ഡ് ആസ് ദ 22nd president of the University of Law since in 15 July 2021 അല്ലേ. 2021 22ാമത്തെ പ്രസിഡന്റ് ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് ലോ ആയിട്ട് അവർ സർവീസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഷി വാസ് പ്രീവിയസ്ലി ദ പ്രൊവോസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ഇലിനോസ് എന്നാണ് കേട്ടോ. ദെൻ ആമി ബി ജോർദാൻ എന്ന് പറയുന്നത്, ആമി ബി ഇത് ഒരുപാടൊന്നും റൈറ്റേഴ്സ്, ഇതിലെ റൈറ്റേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഒട്ടും പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിലും ആയമേറിയ ഒരു വിഷയമാണ് ഈ ആർട്ടിക്കിളിൽ ചർച്ച ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതായിട്ട് റിലേറ്റ് ചെയ്തുള്ളത് വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി ഇവരെ കുറിച്ചൊക്കെ കേട്ടോ. Amy B. Jordan is a professor and the chair of the journalism and the media studies of the Rutgers University. Her research and teaching focus on the role of the media, lives of citizens and their families. അല്ലേ, അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്ന മേഖല ഏതാണ് മക്കളെ? അത് തന്നെയല്ലേ, ഏതാണ്? റോൾ ഓഫ് ദ മീഡിയ ഇൻ ദ ലൈവ്സ് ഓഫ് ദ ചിൽഡ്രൻ. കുട്ടികളുടെ ജീവിതത്തിൽ എത്രത്തോളം മീഡിയ സ്വാധീനിക്കുന്നുണ്ട് അത് ഫാമിലിയിലും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നന്നായിട്ട് സ്റ്റഡി റിസർച്ചും ചെയ്തവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മൂന്നാളുകളും എന്താ ചെയ്തിട്ടുള്ളതാണ് ഈ ആർട്ടിക്കിൾ കേട്ടോ. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ് അല്ലേ, ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. നോക്കാം. We live in a world of smart gadgets and aggressive marketing where our decisions are often driven by desires and impulses rather than values and the real needs. അല്ലേ, എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ, നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ്, ഒരുപാട് സ്മാർട്ടായിട്ടുള്ള ഒരുപാട് പുതിയ ഉപകരണങ്ങളും അത് നമ്മളിലോട്ട് എത്തിക്കാനുള്ള പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളും എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം നിലവിൽ രൂപപ്പെട്ട് ഇപ്പം നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഒരുപാട് പുതിയ പുതിയ ഉപകരണങ്ങൾ വരുന്നുണ്ട്. അത് മാർക്കറ്റിങ്ങിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മാർക്കറ്റിംഗ് സൂത്രങ്ങൾ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ നിലവിലുണ്ട്. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ഈ സ്ട്രാറ്റജീസ് ഇറക്കുന്നത്? നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ ചൂഷണം ചെയ്തുകൊണ്ട്, നമ്മുടെ ഡിസൈഴ്സിനെയും ഇമ്പൾസസിനെയൊക്കെ മുതലെടുത്തുകൊണ്ടാണ് അവരിത് ചെയ്യുന്നത്. അതിനുപരി നമുക്ക് ആവശ്യമുണ്ടോ, അതിന് മൂല്യമുള്ളതാണോ, അത് ആവശ്യമുള്ള വസ്തുവാണോ, ഇത് ഇങ്ങനെ നമ്മുടെ നീഡുകളുടെ ആളുകളുടെ ആവശ്യം എന്താണെന്ന് വെച്ചിട്ടോ ഒന്നുമല്ല അവർ ഈ പ്രൊഡക്റ്റോ പരസ്യങ്ങളോ രണ്ടും ചെയ്യുന്നത്. ഓക്കെ, ഈ പുതിയ പുതിയ ഉപകരണങ്ങളായാലും പ്രൊഡക്റ്റ് ആയാലും അതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന അഡ്വർടൈസ്മെൻ്റ് ആയാലും അതോ ഈ പറഞ്ഞ പോലെ ആളുകളുടെ നീഡ്സോ വാല്യൂസോ ഒന്നും ബേസ് ചെയ്തിട്ടല്ല. ആളുകളുടെ ചൂഷണം ചെയ്യുന്നത് അവരെ പല രീതിയിൽ മുതലെടുത്തുകൊണ്ടാണ് അല്ലേ. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആഗ്രഹങ്ങളും ചില സമയത്ത് ഉണ്ടാകുന്ന ഈ ഓവറായിട്ടുള്ള കോൺഷ്യസ് ആയിട്ട് നമുക്ക് അപ്പിയറൻസിനെ കുറിച്ച് മറ്റതിനെ കുറിച്ചൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളോ അത്യാഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ, ഇതൊക്കെ മുതലെടുത്തുകൊണ്ടാണ് അവരിങ്ങനെയുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസൊക്കെ ചെയ്യുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് റീഡ് ആൻ ആർട്ടിക്കിൾ ഓൺ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ അഡ്വർടൈസിങ് മീഡിയ വിച്ച് lure us to become consumers of product we do not really need. അല്ലേ, ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പരസ്യങ്ങൾ നമുക്ക് ഒട്ടും തന്നെ ആവശ്യമില്ലെങ്കിൽ പോലും നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്ന രീതിയിൽ പരസ്യം എത്രത്തോളം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ് ഇനി അങ്ങോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം, ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. 8 years old Grace came home from 3rd grade one day and announced to her mother. അല്ലേ, നമ്മുടെ വെറും 8 വയസ്സ് മാത്രം പ്രായമുള്ള ഗ്രേസ് എന്ന് പറയുന്ന പെൺകുട്ടി, അവൾ വീട്ടിലോട്ട് സ്കൂളിൽ നിന്നും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവൾ സ്കൂളിൽ നിന്നും വീട്ടിലോട്ട് ഒരു ദിവസം വന്നപ്പോൾ അവൾ അമ്മയോട് അനൗൺസ് ചെയ്യാണ്. ഓർഡർ ചെയ്യുന്ന പോലെ ഉറക്കെ വിളിച്ച് പറയില്ല, അതിനാണ് ഈ അനൗൺസ് ചെയ്യാതെ കേട്ടോ. ആവശ്യപ്പെടുക. എന്താണ് ആവശ്യപ്പെടുന്നത്? I need a monster high doll for Halloween. ഹലോവീന് വേണ്ടിയിട്ട് അവൾക്കൊരു മോൺസ്റ്റർ ഹൈഡോളിനെ വേണം അല്ലേ. നമ്മൾ ആ ചിത്രത്തിൽ കണ്ട പാവക്കുട്ടിക്കാണ് മോൺസ്റ്റർ ഹൈഡോൾ എന്ന് പറയാം അല്ലേ, ഒരു പിശാചിൻ്റെ ഒക്കെ മോഡലിലുള്ള ഒരു പാവക്കുട്ടി. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹലോവീന് വേണ്ടിയിട്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഹലോവീൻ? പല ഫിലിമിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ഏകദേശം നമ്മൾ പുറത്തുള്ള നാടുകൾ, എക്സ്പെഷ്യലൊക്കെ അമേരിക്കയിലൊക്കെ ഈ പറഞ്ഞ പോലെ October 31 തോന്നുന്നു. ഓക്കെ,
ഒക്ടോബർ 31 തോന്നുന്നു അവരുടെ ഈ പുറത്തുള്ള വെസ്റ്റേൺ കൺട്രിയിലൊക്കെ എക്സ്പെഷ്യലി അമേരിക്കയിലൊക്കെ അവരിങ്ങനെ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യും. ഹലോവിൻ എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്ന അന്നത്തെ ദിവസം മരിച്ചു പോയ എല്ലാ ആളുകളും, അതിനു മുമ്പ് മരിച്ചുപോയവരും പൂർവികരും ഒക്കെ മരിച്ചു പോയിട്ടുള്ള ആളുകളൊക്കെ അവരുടെ ആത്മാക്കളൊക്കെ വരുന്ന ദിവസമാണ് ഈ ഹലോവിൻ്റെ ദിവസം. അപ്പോൾ അത് അകത്തോട്ട് കയറി പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് അറിയില്ല. അവരെന്താണ് ചെയ്യുന്നത്, ആ രൂപത്തിലുള്ള വേഷം എല്ലാവരും ധരിക്കും, വീട് ആ ഒരു രൂപത്തിൽ അലങ്കരിക്കും, വീടിൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഓരോന്ന് ചെയ്യും. അതുപോലെ ഇങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ തീകുണ്ഡം ഉണ്ടാക്കില്ലേ, അതൊക്കെ വെക്കും. അങ്ങനെ എല്ലാവരും എല്ലാവരും മോൺസ്റ്റേഴ്സ് രൂപത്തിൽ അവരുടെ ശാരീരികമായിട്ടൊക്കെ ഇങ്ങനെ ഫുൾ ആ ഒരു സെറ്റപ്പ് ആയിരിക്കും. ഫുൾ എല്ലാവരും ആ വേഷമായിരിക്കും. വീടിൻ്റെ മുമ്പിലും വീടിൻ്റെ ഗേറ്റിനോടെ എല്ലായിടത്തും അവരിങ്ങനെയുള്ള രൂപങ്ങളൊക്കെ വെച്ചിട്ട് നിറച്ചു വെക്കും ഈ ഹലോവിൻ്റെ ദിവസങ്ങളിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മോൾക്കും തന്നെ ഹലോവീൻ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവൾക്കൊരു മോൺസ്റ്റർ ഹൈഡോളിനെ വേണമെന്നാണ് അവൾ പറഞ്ഞത്. മാം, ദ വൺ ഐ ലൈക്ക് ഈസ് നെയ്മഡ് ഡ്രാക്കുളോറ. എന്താണ്, വെറുതെ അല്ല, അവൾക്ക് വേണ്ടത് അതിൻ്റെ പേര് ഡ്രാക്കുളോറാണ്. അവൾക്ക് ആവശ്യപ്പെട്ട മോൺസ്റ്റർ ഹൈഡോളിൻ്റെ പേര് എന്താണ്, ഡ്രാക്കുളോറ എന്നാണ് കേട്ടോ. ഡ്രാക്കുളോറ. ഹെർ മദർ വാസ് എ ബിഗ് സർപ്രൈസ്. അമ്മ എന്ത് ചെയ്തു, ശരിക്കും ഒന്ന് സർപ്രൈസ് ആയി പോയിട്ടോ. ഗിവൻ ദാറ്റ് ഗ്രേസ് ഹാഡ് നോട്ട് എക്സ്പ്രസ്ഡ് എനി ഇൻട്രസ്റ്റ് ഇൻ സച്ച് എ ഡോൾ ബിഫോർ. എന്തുകൊണ്ടാണ്, കാരണം ഗ്രേസ് ഇതിനു മുമ്പ് ഒരു തവണ പോലും ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. അവൾ ഇതിനു മുമ്പ് ഇന്നേ വരെ ഡോള് ചോദിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു കാര്യത്തിൽ അവൾ ഇന്നേ വരെ താല്പര്യം പ്രകടിപ്പിക്കാത്തതുകൊണ്ട് അമ്മ എന്തായി, ശരിക്കും നെറ്റിപ്പോയി കേട്ടോ. വാട്ട്സ് എ മോൺസ്റ്റർ ഹൈഡോൾ, എന്താണ് മോൺസ്റ്റർ ഹൈഡോൾ എന്ന് പറഞ്ഞാൽ, ഹെർ മദർ ആസ്ക്ഡ്. അവളെ അമ്മ ചോദിക്കുകയാണ്, അമ്മക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പം അമ്മ ചോദിക്കുകയാണ്, എന്താണ് ഈ മോൺസ്റ്റർ ഹൈഡോൾ എന്ന് പറയുന്നത് എന്ന്. അപ്പോൾ മോള് പറയാണ്, ദേ ആർ കൂൾ. അത് വളരെ ശാന്തരായിട്ടുള്ള നല്ലതാണ് അമ്മേ, അല്ലേ? അതൊക്കെ വളരെ കൂളായിട്ടുള്ള മോൺസ്റ്റർ എന്ന് പറയാൻ അമ്മ കുഴപ്പമില്ല അമ്മേ, നല്ലതാണ്, നല്ല സാധനമാണ്. ഐ മീൻ കൂളായിട്ടുള്ളൊരു നല്ല പാവയാണ്, മീൻ നല്ലൊരു വസ്തുവാണ്. ദേ ഓൾ ഹാവ് മോൺസ്റ്റേഴ്സ് നെയിംസ് ലൈക്ക് ഫ്രാങ്ക്സ്റ്റീൻ ആൻഡ് ക്ലൗഡീൻ വോൾഫ്, അല്ലേ? അത് നല്ലതാണ്. അപ്പം അതിൽ ചിലതിനൊക്കെ എങ്ങനത്തെയൊക്കെ പേരുണ്ട്, ഫ്രാങ്ക്സ്റ്റൈൻ എന്നും ക്ലൗഡീൻ എന്നൊക്കെ പേരുണ്ട് ചിലതിനൊക്കെ. ബട്ട് ഐ ലൈക്ക് ദ ഡ്രാക്കുളോറ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഡ്രാക്കുളോറയാണ്. എനിക്ക് വേണ്ടത് എന്താണ്, ഡ്രാക്കുളയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഡ്രാക്കുളോറയാണ്. ഷി ഹാസ് ലോങ് ബ്ലാക്ക് ഹെയർ, പിങ്ക് ബൂട്ട് ആൻഡ് എ പെറ്റ് ബാഗ്. എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്, അതിന് നല്ല നീളമുള്ള ബ്ലാക്ക് മുടിയുണ്ട്, അതുപോലെ ഒരു പിങ്ക് കളറിലുള്ള ഷൂ ഉണ്ട്. മാത്രമല്ല പെറ്റ് ഡോഗിനൊക്കെ പകരം നമ്മൾ പെറ്റ് അനിമൽസൊക്കെ വളർത്തുന്നതിന് പകരം പെറ്റ് ബാറ്റിനെയാണ് കേട്ടോ. ഒരു വവ്വാലാണ് ആ ഡോളിൻ്റെ പെറ്റ് എന്ന് പറയുന്നത്. ഐ ലവ് ഹെർ ഔട്ട്ഫിറ്റ്സ്. അത് മാത്രമാണോ, മൊത്തത്തിൽ അതിൻ്റെ ഔട്ട്ഫിറ്റ്, ആ വേഷമൊക്കെ എന്താണ്, എനിക്കിഷ്ടമാണ്. റിപ്ലൈഡ് ഗ്രേസ് മറുപടി പറഞ്ഞു. ഹൗ ഡു യു നോ അബൌട്ട് ദീസ് ഡോൾസ്, ഹെർ മദർ ആസ്ക്ഡ്. നിനക്ക് എവിടുന്ന ഇങ്ങനത്തെ ഡോൾസിനെ കുറിച്ചൊക്കെ അറിഞ്ഞത്, നീ എവിടുന്ന അതൊക്കെ അറിഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. മാഡി ടോൾഡ് മീ അബൌട്ട് ദം. മാഡിയാണ് എന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞത്. മാഡി മീൻസ് ഫ്രണ്ട് ആയിരിക്കും കേട്ടോ. അപ്പം മാഡിയാണ് എന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞു തന്നത്. We watched some of their videos at Maddie's house and we even played a computer game. ഞങ്ങൾ മാഡിയുടെ വീട്ടിൽ വെച്ചിട്ട് അതിനെക്കുറിച്ചുള്ള കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല ഞങ്ങൾ കമ്പ്യൂട്ടർ ഗെയിം വരെ അവിടെ നിന്നിട്ട് കളിച്ചിട്ടുണ്ട്. മോം, ഡ്രാക്കുളോറ ഹാസ് ഹെർ ഓൺ വെബ്സൈറ്റ്, അല്ലേ? ഡ്രാക്കുളോറക്ക് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് വരെ ഉണ്ട് എന്നാണ് പറയുന്നത്. സെഡ് ഗ്രേസ്, വാട്ട് ഡു ദ ഡോൾസ് ഡു ഇൻ ദീസ് വീഡിയോസ്. അപ്പം അമ്മ ചോദിക്കുകയാണ്, എന്താണ് ആ വീഡിയോയിൽ ആ മോൺസ്റ്റേഴ്സ്, അല്ലേ, ആ പാവക്കുട്ടികൾ പോലത്തെ മോൺസ്റ്റേഴ്സൊക്കെ എന്താണ് ആ വീഡിയോയിൽ ചെയ്യണത് എന്നാണ് ചോദിച്ചത്. പ്രോബ്ഡ് ഹെർ മദർ, അല്ലേ? അമ്മ അന്വേഷിക്കാണ് കേട്ടോ. They put on makeup and write in their diaries. They all go to Monsters High together, അല്ലേ? എന്താ പറഞ്ഞത്, ഈ മോൺസ്റ്റേഴ്സൊക്കെ എന്താ ചെയ്യുന്നത്, ആ ഒരു വീഡിയോയിൽ അവരിങ്ങനെ മേക്കപ്പ് ഇട്ടിട്ട് ഇങ്ങനെ സുന്ദരികളായിട്ട് എന്ത് ചെയ്യും, അത് ഡയറിയിൽ എഴുതി വെക്കും. ശേഷം അവരെല്ലാവരും ഒരുമിച്ച് മോൺസ്റ്റേഴ്സ് ഹൈയിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഈ മോൺസ്റ്റേഴ്സ് ഹൈ എന്ന് പറഞ്ഞാലേ അമേരിക്കയിലൊക്കെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള പാവക്കുട്ടികളുടെ ഒരു ഫ്രാഞ്ചൈസി ആട്ടോ. പാവക്കുട്ടികളെ മേക്ക് ചെയ്ത് വിൽക്കുന്ന ഒരു ഫ്രാഞ്ചൈസിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അതിൻ്റെ ആടൊക്കെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും, സ്വാഭാവികമായിട്ടും അവരിങ്ങനെ ചെയ്തിട്ട് അവസാനം അവരെവിടേക്ക് പോകും, ഈ കമ്പനിയായിട്ടുള്ള മോൺസ്റ്റേഴ്സ് ഹൈയിലോട്ടാണ് ഇവർ ഒരുമിച്ച് പോകുന്നത് എന്നാണ് പറഞ്ഞത് കേട്ടോ. ഓൺ ദ നെക്സ്റ്റ് ട്രിപ്പ് ടു എ ഷോപ്പിംഗ് മാൾ നിയർ ബൈ. അടുത്തൊരു ദിവസങ്ങളിലായിട്ട് അവിടെ ഷോപ്പിംഗ് മാളിലോട്ട്
ഷോപ്പിംഗ് മാളിൻ്റെ അടുത്തോട്ട് ഇവർ രണ്ടാളും ഒരു ഷോപ്പിങ്ങിന് പോയപ്പോൾ ഗ്രേസ് സ്പോട്ടഡ് എ ഡിസ്പ്ലേ ഓഫ് ദ മോൺസ്റ്റർ ഹൈഡോൾസ് ഇൻ വൺ ഓഫ് ദ ഐസിൽസ് അല്ലേ. അവളിങ്ങനെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെ അടുക്കിടയ്ക്ക് വെച്ചിട്ടുണ്ടാവുന്ന ഇതിലുള്ള എന്ത് കണ്ടു അവള്? ആ ഒരു വരി നിരകളായി അട്ടി വെച്ച കൂട്ടത്തിൽ അവൾ എന്ത് കണ്ടു? മോൺസ്റ്റർ ഹൈഡോൾസ് അവിടെ വെച്ചിട്ടുള്ളത് കണ്ടു. ഓക്കെ, അൺസ്ട്രൈക്കിൾഡ് അല്ലേ, എന്താണ് അല്ല സ്ട്രിങ്കിൾഡ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഉറക്കെ പറയാം കേട്ടോ, അതിനാണ് പറയുന്നത് കേട്ടോ. and spotted the display of the monsters hideouts in one of the isles and strangled. Mom, can I have one please? അമ്മ ഞാനതിലൊന്ന് എടുത്തോട്ടെ എന്ന് ചോദിക്കുകയാണ്. Grace mom checked the price and reluctantly put one of the $21.99 into the shopping cart. എന്ത് ചെയ്തു? അമ്മനോട് പറഞ്ഞു, അമ്മ എനിക്ക് അതിലൊന്ന് തന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്ത് ചെയ്തു? അതെടുത്തിട്ട് അതിൻ്റെ പ്രൈസ് ഒന്ന് നോക്കി. അപ്പോൾ $21.90 അല്ലേ, $21 വില വരുന്നതാണ്. മടിച്ച് റെലക്വൻറ്റിന് മീൻസ് എന്താ? അമ്മ മനസ്സോടെ അതിലൊന്ന് എടുത്തിട്ട് എന്ത് ചെയ്തു? അതിനെ ഷോപ്പിംഗ് കാർട്ടിലോട്ട് അല്ലേ. ഷോപ്പിംഗ് കാർട്ട് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, അങ്ങനെ ഉണ്ട് തണ്ടിക്കൊണ്ട് നമ്മൾ പോകും, അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് ബോക്സ് ഉണ്ടാവും അല്ലേ, അതിലോട്ട് എന്ത് ചെയ്തു? അവരിട്ടു. Along with millions of the other parents, she caved into what has been called the nag factor in the world of advertising. അല്ലേ, ഒരുപാട് ലക്ഷക്കണക്കിന് അമ്മമാരെ പോലെ തന്നെ, ലക്ഷക്കണക്കിന് അമ്മമാരുടെ കൂട്ടത്തിൽ പെട്ടതുപോലെ തന്നെ, ലക്ഷക്കണക്കിന് അമ്മമാർ ചെയ്യുന്നത് പോലെ തന്നെ ആരും തന്നെ ഗ്രേസിയുടെ അമ്മയും എന്തിൽ പെട്ടുപോയി? നാഗ് ഫാക്ടർ എന്ന് വിളിക്കുന്ന ഒരു അഡ്വർടൈസിംഗ് ലോകത്തിൻ്റെ ഇരയായി മാറി. ആരും? നമ്മുടെ ഈ ഒരു ഗ്രേസിൻ്റെ അമ്മയും. നാഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുക, നമ്മുടെ ഈ പരസ്യവാചകങ്ങളൊക്കെ കുട്ടികളിലും ഈ മുതിർന്നകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രവണത ഉണ്ട്, അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രവണത, അതിനാണ് നാഗ് ഫാക്ടർ എന്ന് പറയുന്നത് കേട്ടോ. Then it is estimated that billions are spent every year on advertising and marketing to children. അല്ലേ, ഇത് ഒരു കാര്യം, ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പരസ്യത്തിന് വേണ്ടിയിട്ട് കമ്പനികളൊക്കെ മാർക്കറ്റിങ്ങും അതിൻ്റെ അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? കോടിക്കണക്കിന് പൈസയാണ് ചെലവഴിക്കുന്നത്. Almost 3 times the amount spent just 20 years ago. 20 വർഷം മുമ്പ് ചെലവഴിച്ചതിൻ്റെ 3 ഇരട്ടിയാണ് ഇപ്പോൾ കുട്ടികളുടെയൊക്കെ പരസ്യത്തിന് വേണ്ടിയിട്ട് ആളുകൾ ചെലവഴിക്കുന്നത്. മാർക്കറ്റേഴ്സ് ആർ പേയിങ് മോർ അറ്റൻഷൻ ടു യങ് കൺസ്യൂമേഴ്സ് ദീസ് ഡേയ്സ് ഫോർ അറ്റ്ലീസ്റ്റ് 3 reasons. അല്ലേ, ഈ മാർക്കറ്റിലുള്ള ആളുകളിലെ ഈ പ്രൊഡക്റ്റ് വിൽക്കുന്ന മാർക്കറ്റേഴ്സ് എന്താണ് ചെയ്യുന്നത്? അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ യങ്സ്റ്റേഴ്സിനെയാണ്. അതിന് 3 കാരണങ്ങളുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സിനെ, ഈ കുട്ടികളും അതിന് മുതിർന്നവരൊക്കെ അടങ്ങുന്ന ഈ ഡിഗ്രിയൊക്കെ വരെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്, അതിനാണ് ഈ യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ചെറിയ മക്കൾ മുതൽ. അപ്പോൾ ഈ പറഞ്ഞ ടീംസിന് അല്ലേ, ഈ യങ്സ്റ്റേഴ്സിനെ എന്തുകൊണ്ടാണ് ടാർഗറ്റ് ചെയ്യുന്നത്? അതിന് 3 കാരണങ്ങളാണുള്ളത്, അതാണ് പറയുന്നത്. ഫസ്റ്റ്, ചിൽഡ്രൻ ടുഡേ ഹാവ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ദെയർ ഓൺ മണി ടു സ്പെൻഡ്. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് സ്വന്തമായിട്ട് പണം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട് അല്ലേ, അവർക്ക് പണം സ്പെൻഡ് ചെയ്യാനുള്ളൊരു പ്രവണതയുണ്ട് ഈ കാലത്ത്. അത് അവർക്ക് അതിനുള്ള റൈറ്റ്സ്, അവർ സ്വന്തമായിട്ട് സ്പെൻഡ് ചെയ്യാൻ കേട്ടോ. ചിൽഡ്രൻസ് സ്പെൻഡിങ് പവർ ഹാസ് സ്റ്റഡിലി റൈസൺ ഓവർ ദ ഇയേഴ്സ്. അല്ലേ, കുട്ടികളുടെ സ്പെൻഡിങ് ചെലവഴിപ്പിക്കാനും അതുപോലെ ഷോപ്പിംഗ് ചെയ്യാനൊക്കെ ഉള്ള അവരുടെ ആ ഒരു പ്രവണതയും അതിനുള്ള പവറും കൂടി വന്നിട്ടുണ്ട് അല്ലേ. പണ്ടൊക്കെ പാരൻസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതൽ ഈ പറഞ്ഞ പോലെ കുട്ടികളിൽ ഈ ഒരു സ്പെൻഡിങ് ചെയ്യാനുള്ള പവറും അത് ചെയ്യാനുള്ള പൈസ ചിലവാക്കലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ കയ്യിൽ തന്നെ എന്തുണ്ട്? ചിലവാക്കാനുള്ള പണം ഉണ്ടാവുകയും അത് ചിലവാക്കുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട് കേട്ടോ. മച്ച് ഓഫ് ദിസ് ഇൻക്രീസ് കംസ് ഫ്രം ദ earnings more money from household chores and receiving more money from relatives on holidays. അല്ലേ, ഈ പൈസ അവർക്ക് എവിടുന്നാണ് കിട്ടുന്നത്? അവരിങ്ങനെ ചെറിയ വീട്ടിൽ തൊഴിലുകളൊക്കെ എടുത്തിട്ട് കിട്ടുന്ന പൈസയും കൂടാതെ ഈ ഹോളിഡേയ്സിലൊക്കെ വീട്ടിൽ വിരുന്ന് വരുന്ന റിലേറ്റീവ്സ് കൊടുക്കുന്ന പണവും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ഈ ഷോപ്പിംഗ് ചെയ്യുന്നത്. As might be expected, teens spend even more than younger children on such product as clothes, candy, soft drink, music. അല്ലേ, അപ്പം
ഈ കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ ടീനേജിലുള്ള ആളുകൾ കൂടുതലും പണം ചെലവഴിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് വേണ്ടിയിട്ടാണ്? ക്ലോത്തിന് വേണ്ടി, ഡ്രസ്സ്, ക്യാൻഡി, സോഫ്റ്റ് ഡ്രിങ്ക്സ് ആൻഡ് മ്യൂസിക്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ടീൻസിലുള്ള ആളുകൾ കൂടുതൽ എമൗണ്ട് ചെലവാക്കുന്നത്. ഇനി ഫസ്റ്റ് റീസൺ പറഞ്ഞു അല്ലേ, അവർക്ക് എന്താ ഫസ്റ്റ് റീസൺ? കുട്ടികളുടെ കയ്യിൽ ചെലവഴിക്കാനുള്ള പണമുണ്ട്, അവർക്ക് സ്വന്തമായിട്ട് പണം ചെലവഴിക്കാൻ കഴിയുന്നുണ്ട്, അതിനു വേണ്ട പണം അവരുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ദെൻ സെക്കൻഡ് റീസൺ, രണ്ടാമത്തെ കാരണം, in addition to spending their own money, young people influence their parents' consumer behavior from an early age. അല്ലേ, സ്വന്തം കയ്യിലത്തെ പൈസ ചിലവാക്കുന്നതിന് പുറമെ പാരൻസ് ഷോപ്പിംഗ് ചെയ്യുമ്പോൾ അവരെന്ത് ഷോപ്പിംഗ് ചെയ്യണം എന്നുള്ളൊരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഈ കുട്ടികൾക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട് അല്ലേ. പാരൻസ് എന്ത് ഷോപ്പ് ചെയ്യണം എന്നുള്ളത് ഇവർ പറയുകയാണ് അല്ലേ. നിങ്ങൾ അമ്മമാരും അച്ഛന്മാരും വീട്ടിൽ നിന്ന് ഷോപ്പ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ എന്ത് പറയും? അതാട്ടോ, എനിക്ക് ആ സാധനം വാങ്ങിക്കൊണ്ട്, എനിക്ക് ആ ലേസ് വാങ്ങിയിട്ട് വരണം, എനിക്ക് ഈ നൂഡിൽസ് വാങ്ങിയിട്ട് വരണം, എനിക്ക് ആ ഗെയിം കളിക്കാനുള്ള സാധനം വാങ്ങിയിട്ട് വരണം. പാരൻസ് എന്ത് ചെയ്യണം അല്ലേ. ഇപ്പം എന്തെങ്കിലും വാങ്ങുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളെ അമ്മമാരൊക്കെ പോകുമ്പോൾ പുറത്ത് പോകുമ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോകണമെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ പച്ചക്കറി വാങ്ങണേ, ആ കയ്പിങ്ങയൊന്നും വാങ്ങിയിട്ട് വരേണ്ട, പാവയ്ക്കൊന്നും വാങ്ങണ്ട, എനിക്കിഷ്ടമല്ല, ആ മറ്റേ ഉപ്പേരി വാങ്ങിക്കോളൂ എന്ന് പറയും. എന്തുകൊണ്ടാണ്? നമുക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങാൻ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുകയാണ് അല്ലേ. ഇനി നമ്മളെ മക്കളെ അവർക്ക് ഇനി പാരൻസ് നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ പോകണമെങ്കിൽ എന്ത് പറയാം? നമ്മൾ ആ ഡ്രസ്സ് എടുക്കേണ്ട, അതൊക്കെ ഇതാണ്, എനിക്ക് അത് മതി, അത് കൊണ്ടുവന്നാൽ മതി എന്ന് പറയും ഇല്ലേ. അതുപോലെ നമ്മളൊരു ബുക്കിൻ്റെ പൊതി വാങ്ങാൻ വരെ പോവുകയാണ്, കവർ വാങ്ങാൻ വരെ പോകണമെങ്കിൽ നമ്മളിപ്പോൾ കുട്ടികൾ നമ്മളോട് പറയും എന്ത്? അത് വാങ്ങണ്ട, ക്ലാസ്സിൽ എല്ലാവർക്കും മറ്റേതാണുള്ളത്, അതുകൊണ്ട് എനിക്ക് അത് വാങ്ങി തന്നാൽ മതി എന്ന് പറയും അല്ലേ. അപ്പോൾ പാരൻസിൻ്റെ പർച്ചേസിങ് അല്ലേ, അതിൽ വരെ എന്ത് ചെയ്യാണ് ഇപ്പോൾ കുട്ടികൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. Children give direction to daily household purchases such as snacks, cereals, toothpaste, even soap and shampoo. അല്ലേ, കുട്ടികൾ ഡയറക്റ്റ് ചെയ്യാണ് എന്ത് വാങ്ങണം എന്നുള്ളത്. വീട്ടിലോട്ട് വാങ്ങേണ്ട സാധനങ്ങൾ ഏത് ടൈപ്പ് വാങ്ങണം, ഏത് സ്നാക്സ് വാങ്ങണം, ഏത് സിറിയൽസ് വാങ്ങണം, ഏത് ടൂത്ത് പേസ്റ്റ് ആണ് വാങ്ങേണ്ടത്, ഏത് സോപ്പാണ് വാങ്ങേണ്ടത്, ഏത് ഷാമ്പു ആണ് വീട്ടിലോട്ട് വാങ്ങിക്കൊണ്ടെന്ന് വേണ്ടത് അവരെന്ത് ചെയ്യാണ്? അവർ തീരുമാനിക്കുകയാണ്. As they get older, teens often voice opinion on the type of car to buy. അല്ലേ, അവർ കുറച്ചും കൂടെ വലുതാകുമ്പോൾ അവർ ടീനേജിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ പറയും വേണ്ട, അച്ഛനും അമ്മയൊക്കെ പോകുമ്പോൾ ആ ടൈപ്പ് കാറ് വാങ്ങിക്കോളൂ, അതിൽ ഇങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഉണ്ടെന്ന് പറയും അല്ലേ. വീട്ടിലേത് കാർ വാങ്ങണം, വീട്ടിലേത് ന്യൂ മീഡിയ എക്യുപ്മെൻറ്റ്സ് അല്ലേ, നമ്മൾ ടി വി ഒക്കെ പോകണമെങ്കിൽ നമ്മളെ വീട്ടിലത്തെ ചെറിയ മക്കളല്ല അല്ലേ, ടീനേജിലുള്ള നമ്മുടെ വലിയ മക്കളാണ് തീരുമാനിക്കുക ഏത് മോഡൽ വാങ്ങിക്കൊണ്ടുവരണം, ഏത് ഫോൺ വാങ്ങണം എന്നൊക്കെ ഉള്ളത് അല്ലേ. ആൻഡ് ഈവൻ വേർ ടു ഗോ ഓൺ വെക്കേഷൻ. എന്തിനധികം പറയണേ, വെക്കേഷൻ എവിടെ പോകണം എന്നുള്ളത് നിങ്ങളതിനെ പറഞ്ഞു കൊടുത്തേക്കല്ലേ നിങ്ങളുടെ മക്കൾക്ക് അല്ലേ. അല്ല, നിങ്ങളുടെ പാരൻസിനോട് നിങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നോ? യെസ്, വെക്കേഷൻ നമ്മൾ എവിടെ പോകണം, വെക്കേഷൻ നമ്മൾ ഇവിടെ പോകണം എന്നൊക്കെ ആരാ തീരുമാനിച്ചത്? ആരാണ് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തത് വീട്ടിൽ? യെസ്, നിങ്ങളാണ് അല്ലേ. അതാണ് പറയുന്നത് അല്ലേ, മക്കളിപ്പോൾ എല്ലാ മക്കളാണ് തീരുമാനിക്കുന്നത്. Then third one, marketers recognize that the children of today represented adult consumers of the tomorrow. അല്ലേ, ഇനി മാർക്കറ്റേഴ്സ് ഉണ്ടല്ലോ, ഇങ്ങനെ ഈ പ്രൊഡക്റ്റ് വെക്കുന്ന ആളുകളുണ്ടല്ലോ, ഇവർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. എന്ത്? ഇന്നത്തെ കുട്ടികൾ അല്ലേ, ഇന്ന് ഇവരിന്ന് പർച്ചേസ് ചെയ്യുന്ന മക്കളാണ് അവരുടെ നാളത്തെ മുതിർന്ന കൺസ്യൂമേഴ്സ്. മീൻസ് ഇന്നത്തെ അവരിൽ നിന്ന് വാങ്ങുന്ന കുട്ടികളാണല്ലോ, അത് വലുതാകുമ്പോൾ നാളത്തെ അവരുടെ അഡൽട്ട് കൺസ്യൂമർ എന്ന് പറയുന്നത് ഈ കുട്ടികളാണ് അല്ലേ. ഇന്ന് അവരിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്ന 5ലും 6ലും പഠിക്കുന്ന കുട്ടി തന്നെയാണ് 10, 15, 16 വർഷം കഴിഞ്ഞാൽ അവരുടെ കൺസ്യൂമറായിട്ട് വരിക. അവരുടെ അഡൽട്ട് കൺസ്യൂമർ, അവരുടെ ഓൾഡ് കൺസ്യൂമറൊക്കെ ഈ മുമ്പിലിരിക്കുന്ന കുട്ടികൾ തന്നെയാണ് എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് നല്ല അവബോധമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും? ചിൽഡ്രൻ ഡെവലപ്പ് ലോയൽറ്റി ബ്രാൻഡ് അറ്റ് ദ ഏർലി ഏജ് ആൻഡ് ദിസ് പ്രിഫറൻസ് ദെൻ പെർസിസ്റ്റ് ഇൻ ടു അഡൽഹുഡ്. അല്ലേ, അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ മുതലേ കുട്ടികൾക്ക് ബ്രാൻഡിനെ കുറിച്ചും ബ്രാൻഡ് നെയിമുകളെ കുറിച്ചൊക്കെ ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കും. സ്വാഭാവികമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ ശ്രമിക്കും. ഓക്കെ, അത് അവരുടെ അഡൽട്ട്ഹുഡ് വരെ അങ്ങനെ തന്നെ ആ ഒരു ബ്രാൻഡ് അഡിക്റ്റ് ആക്കി മാറ്റിയിട്ട് അവർ ഏറ്റവും കൂടുതൽ ആ ബ്രാൻഡ് തന്നെ സെലക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയിലോട്ട് മാറും. മെനി കമ്പനീസ് എൻഗേജ് ഇൻ ക്രാഡിൽ ടു ക്രേവ്. ഒരുപാട് കമ്പനി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്താണ്? ക്രാഡിൽ ടു ക്രാവ്. എന്താണ്? തൊട്ടിൽ മുതൽ ഈ പറഞ്ഞ പോലെ ശവക്കല്ലറ വരെ എന്ന് ഉദ്ദേശിച്ചത് എന്താ? ജനനം മുതൽ മരണം വരെ ഒരു വ്യക്തി നമ്മുടെ ബ്രാൻഡ് യൂസ് ചെയ്ത് അത് ഇങ്ങോട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് കാലഘട്ടം മുഴുവൻ ആ വ്യക്തിയെ കൊണ്ട് യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു തരം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഒരു തരം അഡിക്റ്റ് ആക്കിയിട്ട് മാറ്റുക അല്ലേ.
ചില ആളുകൾ ചില പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നും യൂസ് ചെയ്യാത്ത രീതിക്ക് അഡിക്റ്റ് ചെയ്യുക. ചില ആളുകൾ ചില ഡ്രസ്സ് അല്ലേ, ചില ബ്രാൻഡ് ഡ്രസ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബാക്കി ഡ്രസ്സുകളൊന്നും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലോട്ട് ഒരു അഡിക്ഷൻ അല്ലേ, അങ്ങനെ അതിൽ കൊണ്ടുപോവുക അല്ലേ, അതാണ് ഉദ്ദേശിച്ചത്. And marketing to cultivate the consumer allegiance and at the വെരി ഏർലി ഏജ്. എന്താണ് മക്കളെ പറഞ്ഞത്? വളരെ ചെറുപ്പപ്രായത്തിൽ തന്നെ, ചെറിയൊരു ഏജിൽ തന്നെ കുട്ടികൾക്കിടയിൽ എന്ത് വളർത്തിയെടുക്കും? ഈ പറഞ്ഞ പോലെ ഒരു ഉപഭോക്തമായിട്ടുള്ള ഒരു രീതി വളർത്തിയെടുക്കും. അവരിൽ എന്ത് പ്രിഫർ ചെയ്യണം, ഏതാണ് ബ്രാൻഡ് പ്രിഫർ ചെയ്യേണ്ടത്, ഏതാണ് ബെസ്റ്റ് എന്നിങ്ങനെയൊക്കെ അവരിലുള്ളിലോട്ട് ഈ മാർക്കറ്റിംഗ് എന്ത് ചെയ്യും? അടിച്ചിറക്കും കേട്ടോ. Marketers have developed sophisticated strategies like use of the sound effect, bright colors, jingles, animated characters, and a variety of other production techniques to target young consumers. എന്താണ് പറഞ്ഞത്? വളരെ മാർക്കറ്റേഴ്സ് അല്ലേ, ഈ പറഞ്ഞ പ്രൊഡക്റ്റ് ഇറക്കുന്ന ആളുകൾ, അവരെന്ത് ഈ മാർക്കറ്റേഴ്സ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്? വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, വ്യത്യസ്തമായിട്ടുള്ള, വളരെ മോഡേൺ രീതിയിലുള്ള സ്ട്രാറ്റജീസ്, പ്രത്യേക രീതികൾ പരസ്യങ്ങളിലൊക്കെ അല്ലേ, മോഡേൺ സ്ട്രാറ്റജീസ് എന്ത് ചെയ്യും? യൂസ് ചെയ്യും. അതിന് യൂസ് ചെയ്യാൻ അവർ കൂടുതൽ ഉപയോഗിക്കുക എന്താണ്? പണ്ടത്തെ പരസ്യം ഇപ്പോഴത്തെ പരസ്യം തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ട് അല്ലേ. അതിലെന്തൊക്കെ മാറ്റങ്ങളാണ്? സൗണ്ട് എഫക്റ്റ് യൂസ് ചെയ്യും, ബ്രൈറ്റ് കളേഴ്സ് അവരെടുത്തിടും, ജിങ്കിൾസ് സൗണ്ടുകൾ, ആനിമേറ്റഡ് ക്യാരക്ടേഴ്സിനെ യൂസ് ചെയ്യും, ആൻഡ് വെറൈറ്റി ഓഫ് അതർ പ്രൊഡക്ഷൻ ടെക്നോളജീസ് ഒക്കെ പാടെ യൂസ് ചെയ്തിട്ട് പരസ്യമൊക്കെ അപ്പോൾ വേറെ ലെവലിലോട്ടാണ് കൊണ്ടുപോകുന്നത്. And in fact, ads are typically louder in volume than the program they accompany. അല്ലേ, ശരിക്കും അങ്ങനെയല്ലേ? ചില പ്രോഗ്രാമൊക്കെ ടി വിയിൽ കാണുമ്പോൾ പ്രോഗ്രാമിനായിട്ടുള്ള വലിയ ഒച്ചയും വലിയ ബഹളത്തിലാണ് പരസ്യം വരുന്നത്. അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. Magazines contain closely full page ads promoting clothes, shoes and beauty products. അല്ലേ, മാഗസിൻസ് ന്യൂസ് പേപ്പറിലൊക്കെ ഇപ്പം എങ്ങനെയാണ്? ഒരു പേജ് ഫുള്ളായിട്ട് അങ്ങ് കൊടുക്കുകയാണ്. പേപ്പറിൻ്റെ ചെരുപ്പിൻ്റെ പരസ്യത്തിനോ, ഡ്രസ്സിൻ്റെ പരസ്യത്തിനോ, ഡ്രസ്സ് കടയുടെ പരസ്യത്തിനോ, സ്വർണ്ണക്കടയുടെ പരസ്യത്തിനോ, ബ്യൂട്ടി പ്രൊഡക്റ്റൊക്കെ ആയിട്ട് എന്ത് ചെയ്യാണ്? ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ഏതെങ്കിലും ഒരു പേപ്പർ എടുത്തത്, ഇന്നിപ്പോൾ നിങ്ങൾ പോയിട്ട് ഏതെങ്കിലും ഒരു പേപ്പർ എടുത്ത്, മനോരമ എന്തെങ്കിലും പേപ്പർ, നമ്മുടെ നാട്ടിൽ ഒരുപാട് വരുന്ന പേപ്പർ എടുത്തൊന്ന് പോയി നോക്കി അതിൻ്റെ ഒരു പേജ് കംപ്ലീറ്റ് ഇപ്പോൾ വലിയ പരസ്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കും, എക്സ്പെഷ്യലി ഫ്രണ്ട് പേജ്. അതേപോലെ തന്നെയാണ് പല മാഗസിനിലും ഒരു കംപ്ലീറ്റ് പേജ് തന്നെ കൊടുക്കുകയാണ് ഇങ്ങനെയുള്ള ബ്യൂട്ടി പ്രൊഡക്റ്റിൻ്റെയും അതേപോലെ ഡ്രസ്സിൻ്റെയൊക്കെ പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. വെബ്സൈറ്റ് ദാറ്റ് ടാർഗറ്റ് ചിൽഡ്രൻസ് ഫീച്ചേഴ്സ് ഓൾ കൈൻഡ്സ് ഓഫ് അഡ്വർടൈസിങ്. അല്ലേ, വെബ്സൈറ്റിലൂടെ കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എല്ലാ ടൈപ്പ് അഡ്വർടൈസ്മെൻറ്റും അവരുടെ കൂടെ കൊടുക്കും. ഓൾ ദീസ് ടെക്നിക്സ് ആർ ലൈക്ലി ടു ക്യാപ്ചർ ദ അറ്റൻഷൻ ഓഫ് ദ യങ്ങർ ചിൽഡ്രൻസ്. അല്ലേ, ഈ എല്ലാ ടെക്നിക്സും അട്രാക്റ്റ് ചെയ്യിപ്പിക്കും? ഈ ഒരു യങ്ങർ കുട്ടികളെ, യങ്ങർ ചിൽഡ്രൻസിനെ അട്രാക്ട് ചെയ്യിപ്പിക്കും. ബൈ ഫാർ the easiest way to reach young people is television. അല്ലേ, ഈ ഒരു കാലഘട്ടത്തിൽ യങ് ജനറേഷനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ സാധിക്കുന്നത് എന്തിലൂടെയാണ്? ഈ പറഞ്ഞ ടെലിവിഷനിലൂടെയാണ് കേട്ടോ. But the marketers are exploring new ways to reach young consumers through online sources. അല്ലേ, മാർക്കറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ മാർഗവും അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അവർ വേറൊരു രീതിയിലോട്ട് അവരുടെ സാധനം വിറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഓൺലൈൻ സോഴ്സുകൾ അവർ യൂസ് ചെയ്യുന്നുണ്ട്. ത്രൂ പേഴ്സണൽ ഹാൻഡ് ഹെൽഡ് ഡിവൈസസ് സച്ച് ആസ് ഐപാഡ്, സെൽഫോൺ. അല്ലേ, സെൽഫോൺ, ഐപാഡ് ഇങ്ങനെയുള്ള സംഭവങ്ങളിലൂടെയൊക്കെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പം എല്ലാവരും ഓൺലൈൻ പർച്ചേസ് ആണല്ലോ അല്ലേ, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. Another concern is whether advertising contribute to a preoccupation with ഫിസിക്കൽ അപ്പിയറൻസ് എക്സ്പെഷ്യലി എമംഗ് അഡോളസൻസ്. അല്ലേ, എന്താണ് പറഞ്ഞത്? ഇത് മാത്രമല്ല, ഈ പരസ്യ മേഖല, ഈ അഡ്വർടൈസ് മേഖല കുറച്ച് കൂടുതൽ നമ്മൾ ആളുകളെ കോൺഷ്യസ് ആക്കുന്നുണ്ട്. എന്തിനെക്കുറിച്ച് ചിന്തിപ്പിക്കാനാണ് കൂടുതൽ പ്രേരിപ്പിക്കുന്നത്? നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ്. അല്ലേ, നമ്മൾ നിറമൊന്നും പോരാ, നമ്മൾ ബ്ലാക്ക് ഇങ്ങനെ പറഞ്ഞ് ഇത് തേച്ച് കഴിഞ്ഞ് എത്ര ദിവസം കൊണ്ട് നിറം വെക്കും, ഇത് തേച്ച് എങ്ങനെ ബ്രൈറ്റ് ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അവബോധം ഉണ്ടാക്കുകയാണ്. അല്ലേ, നമ്മൾ തടിച്ചിട്ടാണെങ്കിൽ ഇതാ മെലിയാൻ ഇന്നത് കഴിക്കും എന്ന് പറയാം. നമ്മൾ കൂടുതൽ നമ്മുടെ ഫിസിക്കലി ഉള്ള അപ്പിയറൻസിൽ കോൺഷ്യസ് ആവും.
അപ്പോൾ എന്താണ് ഇത് മെയിനായിട്ട് ഈ അഡോളസൻസ്, എക്സ്പെഷ്യലി ഇത് അഡോളസൻസിലാണ് ടീൻ മാഗസിൻസ് ആർ റൈഫ് വിത്ത് ആർട്സ് ഫീച്ചറിങ് തിൻ ആൻഡ് അട്രാക്റ്റീവ് മോഡൽസ് അല്ലേ. ഈ ഒരു മാഗസിനിലൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത്, വളരെ മെലിഞ്ഞിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡൽസ് അല്ലേ, അടിപൊളി സുന്ദരികളും സുന്ദരന്മാരായിട്ടുള്ള വളരെ മെലിഞ്ഞിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള മോഡൽസിനെ യൂസ് ചെയ്തിട്ട് അവർ പരസ്യം കൊടുക്കും. Adolescents and college students compare their physical attractiveness to that the models features in advertising അല്ലേ. സ്വാഭാവികമായിട്ടും ഈ ഒരു അഡോളസൻസ് പീരീഡിലുള്ള ആ യൗവനത്തിൽ നിൽക്കുന്ന കോളേജ് കുട്ടികളും എന്താണ് ചെയ്യുന്നത്, അവരുടെ ഫിസിക്കൽ ഒരു രീതി അവരെന്ത് ചെയ്യും, ആ ഒരു മോഡലിൻ്റെ ഇതുമായിട്ട് എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും അല്ലേ. അവരുടെ ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ട് ആ മോഡലിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ ആ പരസ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാതും ഉണ്ടോ, ഇങ്ങനെയൊക്കെ അങ്ങനെ എന്ത് ചെയ്യും, നമ്മളങ്ങോട്ട് കമ്പയർ ചെയ്ത് നോക്കും. Looking at ads featuring highly attractive models can affect one's own self-esteem and body image അല്ലേ. നമ്മുടെ സെൽഫ് എസ്റ്റീം, നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു സെൽഫ് എസ്റ്റീമും നമ്മളെക്കുറിച്ചുള്ള ഒരു ബോഡി ഇമേജും ഒക്കെ എന്ത് ചെയ്യാണ്, ഈ മോഡൽസിൻ്റെ ഈ ഫീച്ചേഴ്സും അവർ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യാണ്, നമ്മളിൽ ഒരുപാട് എഫക്റ്റ് ചെയ്യും, നമ്മുടെ സ്വഭാവവും നമ്മുടെ രൂപത്തിലൊക്കെ എന്ത് ചെയ്യാണ്, ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കുകയാണ്. Adolescents seem even more conscious of the brand name as well as the latest fads of clothing and technology അല്ലേ. പുതിയ കാലഘട്ടത്തിലെ ടെക്നോളജിയോടും അതുപോലെ ക്ലോത്ത്സിനോടിലൊക്കെ ഇപ്പം അതുപോലെ തന്നെ എന്താണ് ആളുകൾ അതേപോലെ തന്നെ ബ്രാൻഡ് നെയിമുകളിലൊക്കെ നമ്മുടെ അഡോളസൻസ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യാണ്, ബ്രാൻഡ് എന്നൊക്കെ കേട്ടാൽ മറിഞ്ഞൊത്തി അങ്ങ് വീഴുന്ന ഒരവസ്ഥയിലോട്ട് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. Where does all this consumer desire come from? എവിടെ നിന്നാണ് ഈ ആഗ്രഹങ്ങളൊക്കെ പടി വരുന്നത്, ഈ അഡോൾസൻസിനും ചിൽഡ്രൻസിനും ഈ പറഞ്ഞ അഡൽറ്റിനും ഒക്കെ എവിടെ നിന്നാണ് ഈ ആഗ്രഹം എങ്ങനെ വരുന്നത്? ഒരു പ്രൊഡക്റ്റ് കാണുമ്പോൾ ഇത് എനിക്ക് വേണം, എനിക്ക് അത് വേണം, എനിക്ക് അത് വാങ്ങി തേക്കണം, എനിക്ക് ഇത് വാങ്ങി തേക്കണം, ഇതൊക്കെ എവിടെ നിന്നാണ് ഈ വരുന്നത് എന്നാണ് ചോദ്യം. When asked, most children report that they bought something. ഇത് നമ്മൾ ചോദിക്കുമ്പോൾ ഒരു വിധം കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഇത് എന്താണ് പറയുന്നത്, യു സീ ഇറ്റ് എ ലോട്ട്, ഞങ്ങളത് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്, ഓർ എവരിബഡി ഹാസ്, എല്ലാവർക്കും അതുണ്ട്, അത്രേ ഉള്ളൂ. അവിടെ നിന്നാണ് അവരുടെ ആഗ്രഹം വന്നത്. ഞങ്ങളിത് എല്ലായിടത്തും കണ്ടിട്ട്, എല്ലാ കടയിലും കണ്ടിട്ടുണ്ട്, എല്ലാ പരസ്യത്തിനും ഇത് അപ്പോഴും TV തുറക്കുമ്പോഴും എപ്പോഴും മൊബൈൽ തുറക്കുമ്പോഴും അതിൻ്റെ പരസ്യത്തിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ റോട്ടിലൂടെ പോകുമ്പോൾ അവിടെ പരസ്യത്തിൽ കണ്ടിട്ടുണ്ട്, അപ്പോൾ ഞങ്ങൾ ഇത് എല്ലായിടത്തും കണ്ടിട്ടുണ്ട്, അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ റിലേറ്റീവ്സിനും എല്ലാവർക്കും ഇതുണ്ട്, അപ്പോൾ എന്താണ്, എനിക്കും അത് വേണം. ഇതാണ് നമ്മുടെ ആഗ്രഹത്തിൻ്റെ റീസൺ, അല്ലാതെ നമുക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല. ഇതിങ്ങനെ എല്ലാവർക്കും ഉണ്ട്, ഞാൻ എല്ലായിടത്തും കാണുന്നുണ്ട്, അപ്പം എനിക്കും വേണം. ഇവിടെ നിന്നാണ് ആ ഡിസയർ വരുന്നത്. ഓക്കെ. Advertising often conveys the idea that the product will bring fun and happiness to youngsters' life അല്ലേ. അതേപോലെ തന്നെ ഇവർ നമ്മളിലോട്ട് എത്തിക്കുന്ന ഒരു ഐഡിയ ഉണ്ട്, ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഭയങ്കര സന്തോഷവും ഭയങ്കര സന്തുഷ്ടവും നിങ്ങൾക്ക് വളരെ സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടും എന്നുള്ളൊരു രീതിയും കൂടെ ആളുകളിലോട്ട് എത്തിക്കുന്നു. നിങ്ങളുടെ ലൈഫ് ഭയങ്കര ഹാപ്പി സന്തോഷമുള്ള ലൈഫായി മാറും എന്ന് പറയുന്നത് ആളുകൾക്ക് അതാണല്ലോ വേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങും. ദ യൂസ് ഓഫ് എ സെലിബ്രിറ്റി, അങ്ങനെ ഒരു കൺസെപ്റ്റ് കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് പറയല്ല, നിങ്ങളിത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലോട്ട് ഹാപ്പിനെസ്സും സന്തോഷവും ഒക്കെ വരുമെന്നുള്ളൊരു കൺസെപ്റ്റ്, അങ്ങനെ ഒരു കാര്യം ആളുകളിലോട്ട് എത്തിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും യങ്സ്റ്റേഴ്സ് ലൈഫിനെ അത് സ്വാധീനിക്കും. ദ യൂസ് ഓഫ് എ സെലിബ്രിറ്റി ഓർ പോപ്പുലർ ക്യാരക്ടർ ടു എൻഡോസ് എ പ്രൊഡക്റ്റ് ഇൻ ആൻ ആഡ് ഈസ് ആൻ എക്സ്ട്രീംലി എഫക്റ്റീവ് സോഴ്സ് ഓഫ് പെർsuasion അല്ലേ. എന്താണ്, ഏതെങ്കിലും ഒരു വലിയ സെലിബ്രിറ്റി, സിനിമാ നടനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഒരു പോപ്പുലർ ക്യാരക്ടറോ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയോ അവരെന്ത് ചെയ്യാണ്, ആ പ്രൊഡക്റ്റിനെ എൻഡോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അനുകൂലിച്ചുകൊണ്ട് ആ പ്രൊഡക്റ്റ് ചെയ്യുക ആഡിൽ. ആൻഡ് എക്സ്ട്രീംലി എഫക്റ്റീവ് സോഴ്സ് ഓഫ് ദ പെർsuasion. എന്താണ്, സ്വാഭാവികമായിട്ടും അതെന്ത് ചെയ്യും, വളരെ വലിയൊരു എഫക്റ്റ് ഉണ്ടാക്കും, ആളുകളിൽ വലിയൊരു സ്വാധീനം സൃഷ്ടിക്കാനേ അതിന് സാധിക്കും. Teens perceive celebrities as more trustworthy, competent and attractive than non-celebrity endows അല്ലേ. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ടീനേജിലുള്ള ആളുകൾക്കൊരു പ്രത്യേകത ഉണ്ട്. അവർ വിചാരിക്കുന്ന ഈ സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര അധികം ട്രസ്റ്റ് വർത്തി, ഭയങ്കര അധികം അവരെ വിശ്വസിക്കാൻ പറ്റും, അവർ ഭയങ്കര ദയയുള്ളവരാണ്, ഭയങ്കര ഗ്ലാമറുള്ളവരാണ്, ഭയങ്കര സ്നേഹമുള്ളവരാണ്, കോമ്പിറ്റൻ്റ് അല്ലേ, ഭയങ്കര കഴിവുള്ളവരാണ്, അതുപോലെ തന്നെ ഭയങ്കര അട്രാക്റ്റീവാണ് അല്ലേ. എങ്ങനെ, മറ്റുള്ള സാധാരണ ഈ സെലിബ്രിറ്റീസിനെയൊക്കെ മറ്റുള്ള ആളുകളെ വെച്ച് നോക്കുമ്പോൾ
Furthermore, the featuring celebrities result in favorable evaluation of the product. അല്ലേ? അത് മാത്രമല്ല ഈ സെലിബ്രിറ്റീസ് ആ പരസ്യം വന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ആ പ്രൊഡക്റ്റിൻ്റെ ഒരു ഭയങ്കരമായിട്ട് അതിന് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കും ആ പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ വലിയൊരു ഫേമസ് ആയിട്ടുള്ള നടിയൊക്കെ ഒരു പരസ്യത്തിലോ സോപ്പിൻ്റെ പരസ്യത്തിലോ അഭിനയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾ എന്ത് ചെയ്യും? അത് വാങ്ങി യൂസ് ചെയ്യും. കാരണം എന്താണ്? അത് ഭയങ്കര എഫക്റ്റ് ചെയ്യാണ്. കാരണം അവർക്കത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്കത് എഫക്റ്റ് ചെയ്യും. കാരണം അവരത് പല രീതിയിൽ ഉണ്ടാക്കുന്ന ഗ്ലാമർ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ മമ്മൂട്ടിയൊക്കെ ഇപ്പോൾ ഒരു ഹെൽത്തിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പരസ്യം കൊണ്ടുവന്നിട്ട് ഇതാണ് എൻ്റെ ഹെൽത്തിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങിക്കുടിക്കില്ലേ? കുടിക്കും. കാരണം എന്താ? നിങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും മമ്മൂട്ടി എങ്ങനെ നിൽക്കുന്നത്? 10-65 വയസ്സുള്ള മമ്മൂട്ടി ഇപ്പം എങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്? വളരെ യങ് ആയിട്ട്, വളരെ ഉഷാറായിട്ട്, ഗ്ലാമറായിട്ട്, നല്ല ചുറുക്കല്ലേ നിൽക്കുന്നത് അല്ലേ? മുടിയൊന്നും ഒരു ലൈറ്റ് വൈറ്റ് കളർ പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതിലേക്ക് പിന്നിൽ പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ അവരൊരു പരസ്യം വന്ന് നമ്മൾ വിശ്വസിക്കും. കാരണം നമ്മുടെ കണ്ണിൽ എങ്ങനെയാണ്? അവർ വളരെ സ്ട്രോങ് ആണ്, ഭയങ്കര ഗ്ലാമറാണ്, ഭയങ്കര അടിപൊളിയാണ് അല്ലേ? അപ്പം അത് തന്നെയാണ്, അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു അഡ്വർടൈസിങ് എന്ന് പറയുന്നത് ഇത്രത്തോളം യങ്സ്റ്റേഴ്സിനെ സ്വാധീനിക്കുന്നത്. എക്സ്പെഷ്യലി സെലിബ്രിറ്റീസൊക്കെ ചെയ്യുമ്പോഴത്തേന് ആ പ്രൊഡക്റ്റ് വേറെ ലെവലിലോട്ട് അത് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ മൂല്യം അങ്ങോട്ട് വർദ്ധിച്ചു പോകും. Then in conclusionലോട്ട് വരാണ് കേട്ടോ. The influence of the advertisement on adolescents consumer behavior is evident in their heightened awareness of the brand names and the latest trend clothing technology. അല്ലേ? എത്രത്തോളം പരസ്യങ്ങൾ അഡോളസൻസ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിന് ഉദാഹരണമാണ്. അവർക്ക് എത്രത്തോളം അവയർനെസ് ഇപ്പോൾ കൂടിയിട്ടുണ്ട് ബ്രാൻഡ് പേരുകളിലും പുതിയ കാലഘട്ടത്തിലെ ഡ്രസ്സുകളിലും പുതിയ ടെക്നോളജിയൊക്കെ അറിയുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും അല്ലേ? ഇപ്പോഴത്തെ ടെക്നോളജിയെ കുറിച്ച് കൂടുതൽ അറിവുണ്ട്. അതുപോലെ ഇപ്പോഴത്തെ ന്യൂ ട്രെൻഡ് ഡ്രസ്സിനെ കുറിച്ച് അറിവുണ്ട്. അതുപോലെ തന്നെയാണ് അവർക്ക് ബ്രാൻഡ് നെയിം അറിയാത്തവരുണ്ടാവില്ല. മക്കളെ, നിങ്ങൾക്കൊക്കെ എത്ര ബ്രാൻഡ് നെയിം അറിയുന്നതാണ്? നിങ്ങൾക്കൊക്കെ പുതിയ ടെക്നോളജിയെക്കുറിച്ച് അറിയില്ലേ? പുതിയ ഡ്രസ്സ്, മോഡൽ ഡ്രസ്സ് അന്നൊന്നും അറിഞ്ഞ ഏതാണെന്ന് അറിയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അത്രത്തോളം നമ്മുടെ മനുഷ്യരെ ലൈഫിൽ അഡ്വർടൈസ് സ്വാധീനിച്ചിട്ടുണ്ട്. പരസ്യങ്ങൾ നമ്മുടെ ലൈഫിൽ, മാസ് മീഡിയ നമ്മുടെ ലൈഫിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. കൺസ്യൂമർ ഡിസയർ ആസ് എക്സ്പ്രസ്ഡ് ബൈ മോസ്റ്റ് ചിൽഡ്രൻസ് ഓഫൻ സ്റ്റെം ഫ്രം ദ എക്സ്റ്റെൻസീവ് വിസിബിലിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ആൻഡ് ദ ഗ്ലാമർ ക്രിയേറ്റഡ് ബൈ ദ അഡ്വർടൈസിങ് വിച്ച് പ്രോമിസ് ഫൺ ആൻഡ് ഹാപ്പിനെസ്. അല്ലേ? എന്തുകൊണ്ടാണ് ആളുകൾ ഇത് ഇത്രത്തോളം ഒരുപാട് പ്രൊഡക്റ്റുകൾ ആളുകളുടെ കൺസ്യൂമേഴ്സ് ഇത് ഇങ്ങനെ അവരുടെ ആഗ്രഹം വർദ്ധിക്കുന്നതിന് കാരണം എന്താ വെച്ചാൽ അമിതമായിട്ട് പ്രൊഡക്റ്റുകൾ അവർക്ക് കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പ്രൊഡക്റ്റിൻ്റെ അമിതമായ കാണലുണ്ടല്ലോ അല്ലേ? അതാണ്. എവിടെ നോക്കിയാലും ഉണ്ട് പ്രൊഡക്റ്റ്. അവിടെ നോക്കിയാൽ ആ പ്രൊഡക്റ്റ്, ഇവിടെ നോക്കിയാൽ ആ കടയിൽ, ഇവിടെ നോക്കിയാലും ആ കടയിൽ. അങ്ങനെ പ്രൊഡക്റ്റിൻ്റെ അമിതമായിട്ടുള്ളൊരു വിഷ്വൽ അവർക്ക് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ഈ അഡ്വർടൈസിങ് ക്രിയേറ്റ് ചെയ്യുന്നൊരു ഗ്ലാമർ ലോകം ഉണ്ട് അല്ലേ? ഇത് രണ്ടും കൂടെ വരുമ്പോൾ അവരെന്ത് ചെയ്യാണ്? സ്വാഭാവികമായിട്ടും അവരിലത് വാങ്ങണമെന്നുള്ളൊരു ആഗ്രഹം വരികയാണ്. അത് മാത്രമല്ല അത് വാങ്ങിക്കഴിഞ്ഞാൽ ലൈഫ് ഭയങ്കര ഹാപ്പിയും സന്തോഷമായിട്ടിരിക്കും എന്നുള്ളൊരു വേറെ പ്രോമിസ് വേറെയും പാടെയാണ് അല്ലേ? നോക്കാം. ഇതിനെല്ലാത്തിനും പിന്നിൽ എന്തുണ്ടാവും? ഹിഡൻ പിറ്റ്ഫോൾസ് ലർക്ക് ബിഹൈൻഡ് ദ സീൻസ്. അല്ലേ? ആ കർട്ടനുകൾക്ക്, ആ സീനുകൾക്ക് പിന്നിലായിട്ട് എന്തുണ്ട്? മറിഞ്ഞിരിക്കുന്ന, പതുങ്ങിയിരിക്കുന്ന, ഒളിച്ചിരിക്കുന്ന ചതിക്കുഴികളുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ദെൻ സ്ലൈറ്റ്ലി അഡാപ്റ്റഡ്. ക്ലിയർ? അപ്പം ഇത്രയാണ്. നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് ഒന്നും പറഞ്ഞു തരേണ്ടതായിട്ടില്ല. കാരണം ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊക്കെ എന്തിനാ ഇപ്പോൾ പറയുന്നത്? ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ? ഞങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ തന്നെയല്ലേ? നമ്മളെല്ലാവരും വീട്ടിലിപ്പോൾ ഞാൻ മാത്രമല്ലല്ലോ, അമ്മയും അച്ഛനും എല്ലാവരും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നുണ്ടല്ലോ. പരസ്യം കണ്ടിട്ട് തന്നെയല്ലേ നമ്മൾ ആ പരസ്യം കാണുമ്പോഴല്ലേ ഞങ്ങൾ പോയിട്ട് വാങ്ങണത്. ഇതൊക്കെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ വിഷയം കേട്ട പോലെ തോന്നില്ല. കാരണം നിങ്ങൾ ഈ പറയുന്ന വിഷയത്തിൻ്റെ ഉള്ളിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് പുതുമയായിട്ട് തോന്നില്ല. ഇതിന് ഇത്രത്തോളം പ്രശ്നമുള്ള പോലെ തോന്നില്ല, ഒന്നും തോന്നില്ല അല്ലേ? പക്ഷെ ഒന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും അഡ്വർടൈസ്മെന്റ് അല്ലേ, പരസ്യം എന്ന് പറയുന്നത് വളരെയധികം മനുഷ്യനെ സ്വാധീനിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ എവിടെ പോകുമ്പോഴും എങ്ങനെ പോകുമ്പോഴും പരസ്യം കാണുമ്പോൾ നമ്മളാണ് ആ പരസ്യത്തിലൂടെയാണ് ആ പ്രൊഡക്റ്റ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലോട്ട് കുത്തി നിറക്കുന്നതും ആ ഒരു ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ അത് വേണം എന്നുള്ള ഒരു ഇത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരും. അത് എങ്ങനെയാണ് വരുന്നത്? ഈ പറഞ്ഞ അഡ്വർടൈസ്മെൻറ്റിൻ്റെ സ്വാധീനമാണ്. ഓക്കെ,
അപ്പോൾ ഇതിന് ഒരുപാട് പോസിറ്റീവും ഒരുപാട് നെഗറ്റീവ് സൈഡ്സും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റി പാർട്ടൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പോസിറ്റീവ് സൈഡ്സും നെഗറ്റീവ് സൈഡ്സും ഒന്ന് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ് കേട്ടോ. ചാപ്റ്റർ ഒരു 2 തവണയൊക്കെ കേൾക്കുക. അതുപോലെ കുറച്ച് വേർഡ്സിൻ്റെയൊക്കെ മീനിങ്ങുകളൊക്കെ അതിൻ്റെ അടിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എഴുതുക കേട്ടോ. ഈ സ്റ്റോറി ചെറിയൊരു മനോഹരമായിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയോ അതുപോലെ കുഞ്ഞു കഥകളൊക്കെ വായിക്കുന്ന പോലെ ഇരുന്ന് വായിക്കാൻ കഴിയില്ല. ആർട്ടിക്കിളാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളത് സുഖകരമാക്കണം എന്നുണ്ടെങ്കിൽ 2 തവണ കാണുക, മീനിങ് എഴുതി വെക്കുക കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് എഴുതി വെക്കുക എന്നുള്ളതും. അപ്പോൾ നമുക്ക് എന്താവും, ഈ ആർട്ടിക്കിൾ വളരെ സിമ്പിളായിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.